തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. ലൂക്ക 1:64. ദൈവഹിതത്തിന് തടസ്സം നിൽക്കുമ്പോൾ ദൈവവഴിയിൽ എത്തിക്കാൻ ദൈവം ചില ബന്ധനങ്ങൾ അനുവദിക്കുന്നു. സക്കറിയായുടെ ജീവിതത്തിൽ നാം കണ്ടത് ഈ ബന്ധനമാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ ബാലാം പ്രവാചകൻ ബാലാക്കിനു വേണ്ടി പ്രവചിക്കാൻ പോകുന്ന രംഗം വളരെ രസകരമായി വിവരിക്കുന്നുണ്ട്. ദൈവഹിതത്തിന് എതിരായി പോയ ബാലാമിനെ തടയാൻ വഴിയിൽ കാത്തുനിന്ന ദൂതനെ കാണാൻ സാധിക്കാതെ പാവം കഴുതയെ തല്ലുന്ന ബാലാമിനെ നാം കാണുന്നു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. ദൈവവഴിയിലേക്ക് നമ്മെ നയിക്കാൻ ഇപ്രകാരം ദൈവം പറഞ്ഞുവിടുന്ന ദൂതരാണ് പരാജയങ്ങളുടെയും രോഗങ്ങളുടെയും ദുരിതങ്ങളുടെയും കീറാമുട്ടികളായ മനുഷ്യരുടെയും രൂപത്തിൽ നമ്മുടെ വഴിയിൽ തടസ്സമായി നിൽക്കുന്നത്. എന്നാൽ ഇത് മനസ്സിലാക്കാൻ കഴിയാതെ കഴുതയെ തല്ലിയ ബാലാമിനെ പോലെ നാമും ഈ വ്യക്തികളോട്, സാഹചര്യങ്ങളോട് യുദ്ധം വെട്ടുകയാണ്. ജീവിത സാഹചര്യങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതനെ തിരിച്ചറിയാൻ പുൽക്കൂട്ടിലെ ഉണ്ണീശോ നമ്മെ സഹായിക്കട്ടെ. സൽക്രിയ, ജോബിൻ്റെ പുസ്തകം അധ്യായം 29 വായിക്കുക.